ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രണവമന്ത്രം. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാ പ്രവർത്തന്തേ വിധാനോക്താ സതതം ബ്രഹ്മവാദിനാം. ഓം എന്നുച്ചരിച്ചുകൊണ്ടാണ് ആസ്തികന്മാരുടെ ശാസ്ത്രസമ്മതമായ യജ്ഞം, ദാനം, തപസ് എന്നീ ക്രിയകൾ എന്നും ആരംഭിക്കാറുള്ളത്. പ്രിയരെ, ഓം എന്നത് പ്രണവമന്ത്രമാണ്. കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും വരാൻ പോകുന്നതും എന്നല്ല, എല്ലാം തന്നെ ഓംകാരമാണെന്ന് മാണ്ഡൂക്യ ഉപനിഷത്ത് പറയുന്നു. പ്രപഞ്ച സത്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏകാക്ഷരമാണ് ഓം. ഈശ്വര സ്മരണയില്ലാതെ, സത്യത്തെ ഓർക്കാതെ നാം ജീവിക്കരുത് എന്ന് അനുസ്മരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഏത് മന്ത്രത്തിന്റെയും ആദിയിൽ ഓംകാരം ചേർത്ത് വെച്ചിരിക്കുന്നത്. വിസ്മരിക്കപ്പെട്ട പലതും ഓർമ്മിപ്പിക്കുന്നതിൽ സവിശേഷമായ കഴിവ് ആ ശബ്ദത്തിനുണ്ട്. എന്നെ ഓർക്കുന്നുണ്ടോ? അന്ന് ഫോണിൽ സംസാരിച്ച ഓർക്കുന്നു എന്നെല്ലാം നാം പറയാറുണ്ടല്ലോ. ഇതുപോലെ ആത്മസത്തയെ അനുസ്മരിപ്പിക്കുന്നതിനു വേണ്ടി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓം എന്നതിന് ഇങ്ങനെ ഒരു അർത്ഥകൽപ്പന കൂടി ചെയ്യാം. ഇതിനെ രണ്ടായി മാറ്റുന്നു എന്ന് കരുതുക. ഒന്ന് ഓ, രണ്ട് മ. ഓങ്കാര മന്ത്രത്തിലെ ഓ ഉച്ചരിക്കുമ്പോൾ നാം ഈശ്വരനെ സ്മരിക്കണം, ആത്മസ്വരൂപത്തെപ്പറ്റി ബോധവാനാകണം. മ എന്നത് വർഗാക്ഷരങ്ങളിൽ അവസാനത്തെ വ്യഞ്ജനമാണ്. അത് പ്രപഞ്ചത്തിന്റെ ലയത്തെ എന്ന പോലെ ശരീരത്തിന്റെ നാശത്തെയും സൂചിപ്പിക്കുന്നു. ഓമിത്യേകാക്ഷരം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറയുന്നു. അകാരം, ഉകാരം, മകാരം, ബിന്ദു, നാദം എന്നിവയടങ്ങിയ ഏറ്റവും ശ്രേഷ്ഠമായ പഞ്ചാക്ഷരി മന്ത്രം കൂടിയാണിത്. പ്രണവമന്ത്രത്തെ മൂന്നായി വിഭജിച്ച് അതിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരെ സൃഷ്ടി, സ്ഥിതി, സംഹാര പ്രതീകവൽക്കരിക്കുകയും ചെയ്യാറുണ്ട്. പതഞ്ജലി മഹർഷി പറയുന്നു, തസ്യവാചക പ്രണവ. അവന്റെ ഒരേയൊരു നാമം പ്രണവമാകുന്നു. ചുരുക്കത്തിൽ ഓം എന്നാൽ ബ്രഹ്മം തന്നെയാണെന്ന് സാരം. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു എന്ന് എഴുത്തച്ഛൻ പാടി. അണുവിനെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇങ്ങനെ മൂന്നായി വിഭജിക്കാമെന്ന് ആ പ്രസ്താവനയുടെ മറ്റൊരു വ്യാഖ്യാനമല്ലേ? സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാടത്ത്.